ഇറാനിൽ യുഎസും ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തി. ഇറാൻ തിരിച്ചടിച്ചു. മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധഭീതിയിലാണ്. അതിനിടയിൽ വിഷയത്തിൽ റഷ്യ ഇടപെടുകയാണ്. യുഎസും ഇസ്രായേലും നടത്തുന്ന സംയുക്ത സൈനിക നീക്കത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ ഉടൻ വിളിച്ചു ചേർക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തരുതെന്നും റഷ്യ ആവശ്യപ്പെട്ടു. നയതന്ത്ര ശ്രമങ്ങളെ പാടെ ഉപേക്ഷിക്കുകയാണ് യുഎസും ട്രംപുമെന്നും റഷ്യ കുറ്റപ്പെടുത്തി. യുഎസിൻ്റെയും ട്രംപിൻ്റെയും യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് കുറ്റപ്പെടുത്തി. മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നതാണ് ഇസ്രായേലിൻ്റെ നടപടികൾ. സംഭവങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആയിരുന്നു എന്നാണ് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനി മാത്രമല്ല, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനെയും US ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആദ്യഘട്ട മിസൈൽ ആക്രമണങ്ങൾ ഖമേനിയുടെ ഓഫീസിന് സമീപമാണ് നടന്നത്. എന്നാൽ ആക്രമണം നടക്കുമ്പോൾ 86-കാരനായ ഖമേനി തെഹ്റാനിൽ ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ സുരക്ഷിതനാണെന്ന് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. കുറച്ചു നാളുകളായി യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉൾപ്പെടെ വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് മേഖലയിൽ US നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെയാണ് ഇറാനുമേൽ ആക്രമണം നടത്തിയത്. ഫെബ്രുവരിയിൽ ഇറാനും USഉം ചർച്ചകൾ നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല. ഈ ചർച്ചകളിൽ താൻ തൃപ്തനല്ലെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നു. USഉം ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇസ്രായേലിൽ സ്ഫോടനമുണ്ടായത്. ശക്തമായ മറുപടി ഇസ്രായേലിന് നൽകുമെന്ന് ഇറാൻ അധികൃതർ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഇതിൻ്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ലെന്ന് ഇറാനിയൻ പാർലമെൻറ്റിലെ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ ഇബ്രാഹിം അസീസി എക്സിലൂടെ പ്രതികരിച്ചു.